വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപിയുടെ 50,000 രൂപ, മോഹൻലാലിന്റെ 50,000 രൂപ, മമ്മൂട്ടിയുടെ 50,000 രൂപ, ഈ 1.5 ലക്ഷം രൂപ അടിച്ച് വാങ്ങിച്ച് കൊണ്ട് തുടങ്ങിയ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് നശിച്ച ദിവസമാണ്. അതിന്റെ കാര്യം പോയി. എല്ലാവർക്കും അതിന് ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ എന്ത് പറയുന്ന അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് വ്യക്തിപരമായ വേദനയുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന്, അന്ന് അമ്മയുടെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാൻ തയ്യാറല്ല, ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പുഴ രാജു ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ച് എറണാകുളത്ത് പോയി BTH താമസിച്ചു, കോഴിക്കോട് പോയി മഹാറാണി താമസിച്ചു. എല്ലാവരുടെയും മാമുക്കോയെ അടക്കം ഇവിടെ എല്ലാം ഇന്നസെന്റ് അടക്കമുള്ള വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് എടുത്തോളൂ. അങ്ങനെ ഉണ്ടാക്കിയൊരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപേക്ഷിച്ച അത് ശിഥിലമാണ്, ഒരു സംശയം വേണ്ട. അതിന്റെ കാറ്റുപോയി. അപ്പൊ നമുക്ക് അതിലൊക്കെ അംഗങ്ങളായിട്ടുള്ളവരുടെ ഇടയിൽ കൊണ്ട് നമുക്കറിയാം, നമ്മളിതിന്റെ കാറ്റുപോയി. അത് നശിപ്പിക്കണമെന്ന് കുറെ ആളുകൾ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ആഗ്രഹം സാധിച്ച് അവർ സന്തോഷിക്കുന്ന ദിവസമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ദുഃഖമുണ്ട്. കാരണം 150 ആളുകൾ വിശ്വം എത്ര പേര് 130 പേർക്ക് മാസം 5,000 രൂപ വെച്ച് കൈനീട്ടമായി ഗുളിക വാങ്ങിക്കാൻ പണമില്ലാത്ത പഴയ നവീനന്മാരുണ്ട്. അവരോടാണ് ഈ ദ്രോഹം ഇതിനെ തകർത്തുകൊണ്ട് മീഡിയകളും അതിൻ്റെ കൂടെ വന്നവരും ചെയ്തതെന്ന് തുറന്നു പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമമുണ്ട്, വളരെ വേദനയുണ്ട്. കാരണം 5,000 രൂപ കൊടുക്കുന്ന അത്ര എന്ത് അസുഖം വന്നാലും ചികിത്സിക്കാൻ ഇൻഷുറൻസ്. ഇവർക്കെല്ലാം എത്ര ലക്ഷം രൂപയുടെ പ്രീമിയം അടയ്ക്കുന്നത്. ഇത് വളരെ നിസ്സാരമല്ല. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് കൂട്ടിയാൽ കൂടുതൽ. ഞാൻ ചെറിയ പറഞ്ഞു കൊടുക്കായിരുന്നു. കാരണം ഒരു വർഷം, ഒരു 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു 4 കോടി 5 കോടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നടത്തിക്കൊണ്ട് പോകാം. കാരണം 130 പേർക്ക് 5,000 രൂപ വെച്ച് കൊടുക്കണം. ഇത് കൂടാതെ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കണം. ഈ മറ്റെന്തെങ്കിലും അസുഖം വന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൈസ കൊടുത്ത് സഹായിക്കണം. ഞാനുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ ഇതിനെ ആർക്കും നയിക്കാനൊക്കില്ല, ഞാൻ ഉറപ്പിച്ച് പറയണം. കാരണം ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയിൽ മലയാള മനോരമയുടെ ചാനലുമായിട്ട് ചേർന്ന് ഒരു നല്ല പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാമിന് കിട്ടിയ പൈസ ഈ അമ്മയ്ക്ക് മുതൽ കിട്ടും. കാണുമ്പോൾ രസമാണ്. ഒരു സംഘടന തകർന്നല്ലോ, സന്തോഷിക്കാൻ. കുറച്ച് കഴിയുമ്പോൾ തകർന്നു അറിയുമ്പോഴത്തേക്ക് അയ്യോ ഇനി ഇതിനെ ആരെ രക്ഷിക്കുന്നതെന്ന് ചോദിക്കുക. അങ്ങനെ പല അവിടെ നമുക്കുണ്ട്. അതൊന്നും അവിടെ പറയേണ്ടെന്ന് വെച്ചാൽ ഞാൻ അവരോട് സംസാരിക്കും. പിണക്കുണ്ടായിട്ടൊന്നും ഞാൻ അതിന് അഭിപ്രായം പറഞ്ഞു. പക്ഷേ വ്യക്തിപരമായി ഈ ഒരു ചെറിയ സദസ്സിൽ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഹൃദയവേദന ഉണ്ടായ ദിവസമാണ്. ഞാൻ കൊല്ലത്ത് വരുമ്പോഴാണ് ഞാൻ മോഹൻലാലോട് സംസാരിക്കുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു പറയാൻ. അങ്ങനെ ആവട്ടെ ചേട്ടാന്ന് ഞാൻ പറഞ്ഞു. കാരണം വെച്ചാൽ അദ്ദേഹത്തെ പോലൊരു മഹാനടനെ ഇതിൻ്റെ പേരിൽ അഭിഷേകിക്കുന്നത് ശരിയല്ല, അത് മോശമാണ് എന്ന് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തന്നെയാണ് 2-3 ദിവസം നമുക്ക് സൂചിപ്പിച്ചത്. പക്ഷേ എങ്കിലും അതിൻ്റെ പുറകെ അതിനെ ആ ഒരു പ്രസ്ഥാനത്തെ ഞാൻ പറയുന്ന ഇവർ പറയുന്ന ആര് ഇതിൻ്റെ പ്രസിഡന്റായിട്ട് വന്നാൽ ഇതിനേശം കരുതറിയാം ഇത് നിലനിർത്താൻ പറ്റില്ല. മമ്മൂട്ടി മോഹൻലാൽ ഇന്നസെന്റ് നന്നായി നടത്തി. അപ്പൊ ഇന്നസെന്റിന്റെ ഇടവും പോലെ മമ്മൂട്ടി മോഹൻലാൽ നടത്തി. ഒരു പുതിയ ജനറേഷൻ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആരാണ് വരുന്നതെന്ന് നിങ്ങൾ കണ്ടുപോകാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയാവുന്ന കാര്യം. ഇത് സാധാരണക്കാരെ ഏത് ആൾക്കും അത് മനസ്സിലാവില്ല. അത് സമൂഹത്തിനും ഒരുപാട് നന്മ ചെയ്തൊരു സംഘടനയായിരുന്നു. ഇനി അതെങ്ങനെ എന്നുള്ള കാര്യം ദൈവം നമ്പരാൻ മാത്രമേ പറയുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുണ്ടാകാവുന്ന അതിൻ്റെ ഗുണഫലം വഹിക്കുന്ന പാവങ്ങൾ ഒരുപാട് പോകും. അവരെ പറ്റി ചിന്തിക്കുക. നമ്മളെ പാർട്ടിയുണ്ട്. നമ്മുടെ പാർട്ടി പാവങ്ങളെ സഹായിക്കുന്ന ഒരു പാർട്ടിയായി മാത്രമേ ആളുകളെ സഹായിക്കൂ. ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടാൻ പറ്റുന്നത്. ഏറ്റവും പാവപ്പെട്ടവർ ഇന്നും പാവപ്പെട്ടവരാണ്. ഒരുപാട് പേര് ജീവിതത്തിൽ ഉയരാനുണ്ട്. അപ്പൊ നമ്മളൊരാൾ കടം വാങ്ങിച്ച് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു അയാൾക്ക് കാശ് കൊടുത്ത് സഹായിക്കണം. പക്ഷെ ഒരു നിവൃത്തിയുമില്ലാതെ. കാരണം ചിലർക്കൊരു ശാപം പോലെയാണ്. ഒരാൾക്ക് അസുഖം മാറുമ്പോൾ വീട്ടിൽ കയറാം. അങ്ങനെ ചില വീടുകളിലൊക്കെ ചെന്ന് പോയി കഴിഞ്ഞാൽ എന്തോ ശാപം കിട്ടിയവരാണ്. കാരണം അച്ഛന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് പരിശോധന ഓപ്പറേഷൻ, ഇങ്ങനെ നമ്മുടെ ഹൃദയം പൊട്ടുന്ന തരത്തിലുള്ള ഒരു പരിഹരിക്കാൻ കഴിയില്ലല്ലോ ദൈവമേ എന്ന് ആലോചിച്ച് വിഷമിപ്പിക്കുന്ന പല സംഭവങ്ങളും നമ്മൾ ചുറ്റുപാടും. നമുക്ക് അവരെ ഒരു വിധത്തിൽ കൈപിടിച്ച് കയറ്റാൻ പറ്റില്ല. അച്ഛന് മാരകമായ അസുഖം, അമ്മയ്ക്ക് മാരകമായ അസുഖം, കുഞ്ഞിന് അതിനേക്കാളും വലിയ സർജറി വേണം. ഇങ്ങനെ പോകുമ്പോൾ നമ്മളത് അങ്ങ് ഹൃദയം കൊണ്ട് തകർന്നു. നമ്മളത് കഴിയാത്തൊരവസ്ഥ നമുക്കുണ്ട്. ആ അവസ്ഥയൊക്കെ ഉണ്ട്. ആ ഏത് സംഘടനയാണോ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവരെ നമ്മൾ അഭിനന്ദിക്കണം.